ലീഗിൻ്റെ വീടുകൾ ലയം പോലെയാണ് എന്നുള്ളതായിരുന്നു. ഇത് കാണുന്ന ഏതൊരാൾക്കും ബോധ്യമാവും. ഓരോ വീടും സെപ്പറേറ്റ് പ്ലോട്ടാണ്. ഓരോ വീടുകളും തമ്മിൽ കൃത്യമായ അകലമുണ്ട്. മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ഭൂമി തോട്ടഭൂമിയാണെന്നും അത് കുറഞ്ഞ വിലയുടെ ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയതാണെന്നും ഒരു നിലക്കും അവിടെ നിർമ്മാണം നടക്കില്ല എന്നുമൊക്കെയായിരുന്നു പ്രചരണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ വീടുകൾ ഉയർന്ന മുസ്ലിം ലീഗ് പാർട്ടി ഏറ്റെടുത്ത ഭൂമിയിലാണ്. മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്ന വീടുകളിൽ നിർമ്മാണം പൂർത്തിയായ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ വീട് പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്ന ഒരു കാര്യം, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാതെ അതിമനോഹരമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാലവും ഈ പ്രദേശവുമൊക്കെ ഏത് സ്ഥലമാണെന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദുരന്തമുണ്ടായ നിമിഷങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയ മനുഷ്യർ, സർക്കാരിൻ്റെ വിവിധ സേനകൾ, സന്നദ്ധ സംഘടനകൾ, ആദ്യം ഓടിയെത്തിയ നേതാക്കളിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. സന്നദ്ധ സംഘടനകളിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് സേവന രംഗത്ത് സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിന്നതും നമ്മളാരും മറന്നിട്ടില്ല. സൈന്യത്തിനും പോലീസിനും രക്ഷാപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും ഈ സമീപ പ്രദേശങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും ഉൾപ്പെടെ ഓരോ ദിവസവും 10,000-ൽ പരം ആളുകൾക്കാണ് അരിപ്പറ്റയിലെ വൈറ്റ് ഗാർഡിൻ്റെ വളണ്ടിയർമാർ ഭക്ഷണം വിളമ്പിയത്. ദുരന്തത്തിൽ 298 പേർ മരണപ്പെട്ടുവെന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾ അവരുടെ വിശ്വാസമനുസരിച്ച് സംസ്കരിച്ചപ്പോൾ തിരിച്ചറിയപ്പെടാതെ പോയ മൃതദേഹങ്ങൾ എന്തു ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായി. സർക്കാരിൻ്റെ നിലപാട് ബത്തേരിയിലോ മാനന്തവാടിയിലോ ഉള്ള പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കണം എന്നതായിരുന്നു. ബന്ധുക്കളാവട്ടെ മുണ്ടക്കൈക്കും ചൂരൽമലക്കും തൊട്ടടുത്തുള്ള ഏതെങ്കിലും സമീപത്ത് പൊതുശ്മശാനം ഒരുക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. അപ്പോഴാണ് ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ മാനേജ്മെൻറ്റുമായി സംസാരിച്ച് ഈ പ്രദേശത്ത് പൊതുശ്മശാനം ഒരുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു പാർട്ടി നേതൃത്വം. ബന്ധുക്കൾക്കത് വലിയ ആശ്വാസമാണ് നൽകിയത്. ദുരന്തത്തിൽ രക്ഷപ്പെട്ടവർക്ക് സഹായം എത്തിക്കാൻ എല്ലാവരും വലിയ പരിശ്രമങ്ങളാണ് നടത്തിയത്. മുസ്ലിം ലീഗും സാധ്യമായ എല്ലാ സഹായങ്ങളും മുണ്ടക്കയിലെയും ചുരൽമലയിലെയും രക്ഷപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർക്ക് എത്തിച്ചു കൊടുത്തു. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിലുപകരണങ്ങൾ, അടിയന്തര ധനസഹായമായി 15,000 രൂപ, പഠനോപകരണങ്ങൾ, ജോലി, താമസിക്കാനുള്ള താൽക്കാലികമായ വീടുകൾ, അങ്ങനെ എല്ലാ നിലക്കുമുള്ള സഹായങ്ങൾ ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗ് നൽകി. വീട് നഷ്ടപ്പെട്ടവർക്ക് ശാശ്വതമായ പുനരധിവാസമായിരുന്നു പിന്നീട് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 100 വീട് നിർമ്മിച്ചു നൽകും എന്ന ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനം നടത്തി. അവശേഷിക്കുന്നവർക്ക് അവരുടെ പുനരധിവാസമാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ശേഖരണം ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്ന 100 വീടുകൾ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകും. അതിൽ മാത്രം ഒതുങ്ങുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവർക്ക് അവിടുത്തെ തലമുറക്ക് അതിജീവനത്തിന് എന്താണോ ആവശ്യം, അവർക്ക് തൊഴിൽ വേണ്ടി വരും, അതുപോലെ തന്നെ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതിനെല്ലാം വിവിധോദ്ദേശമായിട്ടുള്ള രീതിയിലുള്ള പദ്ധതികൾ ആണ് മുസ്ലിം ലീഗ് അതിന് രൂപം കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ലീഗ് നിർമ്മിച്ചു കൊടുക്കുന്ന വീട് 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും എന്നും തങ്ങൾ പറഞ്ഞു. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. നേരത്തെ പുത്തുമലയിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തബാധിതർക്ക് സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കേവലം 600 ആയിരുന്നു. അതാകട്ടെ ചോർന്നൊലിക്കുന്ന വീടുകളും. മുസ്ലിം ലീഗ് 1000 സ്ക്വയർ ഫീറ്റ് വീട് പ്രഖ്യാപിച്ചതോടുകൂടി സംസ്ഥാന സർക്കാരിനും 1000 സ്ക്വയർ ഫീറ്റ് വീടായിരിക്കും എന്ന് പ്രഖ്യാപനം നടത്തേണ്ടി വന്നു. സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പും പ്രഖ്യാപിച്ചു. അതിനായി ഉടൻ സ്ഥലം കണ്ടെത്തുമെന്ന വാഗ്ദാനവും നൽകി. മുസ്ലിം ലീഗ് പാർട്ടിയും ഇതിനായി 7 മാസത്തോളം സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയായി കാത്തിരുന്നു. ഒടുവിൽ കേരള നിയമസഭയിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിനെതിരായി, സർക്കാരിൻ്റെ മെല്ലപ്പോക്കിനെതിരായി വലിയ പ്രതിഷേധമുയർത്തി. കേരള നിയമസഭയിൽ അന്ന് വരെ സംസാരിക്കാത്ത രീതിയിൽ വളരെ വികാരഭരിതമായിട്ടാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിച്ചത്. സർ, ഞങ്ങൾ ഡേ 1 പറമ്പായ ഭൂമിക്ക് പോയി അഡ്വാൻസ് കൊടുത്ത് നിങ്ങൾ സഹകരിക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ നടന്നതാണ് ഇതുവരെ 7 മാസം. പക്ഷെ നിങ്ങൾക്ക് ഭൂമി കണ്ടെത്താൻ പറ്റും. വയനാട്ടിൽ എന്താ പറമ്പില്ലേ? സർ, ഞങ്ങള് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഒടുവിൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്കോ സന്നദ്ധ സംഘടനകൾക്കോ വീട് വെക്കാൻ സ്ഥലമുണ്ടാകില്ല എന്ന തീരുമാനം സർക്കാർ എടുത്തപ്പോൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്വന്തം നിലക്ക് പാർട്ടിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി പി.കെ. ബഷീർ MLA-യുടെ നേതൃത്വത്തിലുള്ള ഉപസമിതിയെയും വയനാട് ജില്ലാ കമ്മിറ്റിയെയും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചുമതലപ്പെടുത്തി. ആ 100 വീടുകൾ അതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ
ഇപ്പോൾ സ്ഥലങ്ങൾ ഏതാണ്ട് ഞങ്ങൾക്ക് ഫൈനലായി കഴിഞ്ഞു. സർക്കാരിൻ്റെ തീരുമാനം ഞങ്ങൾ കുറേ കാത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വൈകി പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ അവിടെ ആ പുനരധിവാസം ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി മുസ്ലിം ലീഗ് തന്നെ ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ എടുത്ത് ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ഭൂമി തോട്ടഭൂമിയാണെന്നും അത് കുറഞ്ഞ വിലയുടെ ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയതാണെന്നും ഒരു നിലക്കും അവിടെ നിർമ്മാണം നടക്കില്ല എന്നുമൊക്കെയായിരുന്നു പ്രചരണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ വീടുകൾ ഉയർന്ന മുസ്ലിം ലീഗ് പാർട്ടി ഏറ്റെടുത്ത ഭൂമിയിലാണ്. വീടുകളുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിൽ മറ്റൊരു ആക്ഷേപം വന്നത് ലീഗിൻ്റെ വീടുകൾ ലയം പോലെയാണ് എന്നുള്ളതായിരുന്നു. ഇത് കാണുന്ന ഏതൊരാൾക്കും ബോധ്യമാവും. ഓരോ വീടും സെപ്പറേറ്റ് പ്ലോട്ടാണ്. ഓരോ വീടുകളും തമ്മിൽ കൃത്യമായ അകലമുണ്ട്. ഈ വീട് വന്ന് കാണുന്ന ആർക്കും ബോധ്യമാകും എന്ന അഭിമാനബോധമാണ് ഓരോ ലീഗ് പ്രവർത്തകനുമുള്ളത്. മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ നിർമ്മാണം പൂർത്തിയായ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ വീട് പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്ന ഒരു കാര്യം, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാതെ അതിമനോഹരമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഒരു സിറ്റ് ഔട്ട്, ഫ്രണ്ടിൽ വഴിയാണെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്തത്, പിന്നീട് അകത്ത് കയറിയാൽ ലിവിംഗ് റൂമും 3 ബെഡ്റൂമും കിച്ചണുമുള്ള, ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള, ഭാവിയിൽ മുകളിലേക്ക് ഒരു ഫ്ലോർ കൂടി എടുക്കണമെങ്കിൽ അതിനുകൂടി സൗകര്യപ്പെടുത്തിയ വീടിൻ്റെ നിർമ്മാണമാണ്. അങ്ങനെ എല്ലാ നിലക്കും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ കരസ്പർശമേറ്റ ഒരു വീടിൻ്റെ നിർമ്മാണമാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത്. ഒരു വീട് ഒരു കുടുംബത്തിന് കൈമാറുമ്പോൾ ആ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഓരോ വീടും തയ്യാറാക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. 105 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ 51 വീടുകളുടെ താക്കോൽദാന കർമ്മമാണ് നിർവഹിക്കുന്നത്. ഈ വരുന്ന ഫെബ്രുവരി 28-ന് വയനാടിൻ്റെ പ്രിയപ്പെട്ട MP പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 51 വീട്ടുടമസ്ഥർക്ക് വീടിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കും. മുണ്ടക്കൈ ചൂരൽമലയിലെ ജനങ്ങളുടെ മാത്രമല്ല, വയനാട്ടുകാരുടെയും മാത്രമല്ല, മലയാളിയുടെ മുഴുവൻ ഒരു ആഘോഷമാക്കിയിട്ടാണ് ഈ വീടിൻ്റെ താക്കോൽദാന കർമ്മം ഈ വരുന്ന ഫെബ്രുവരി 28-ന് നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ്.